സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ചായ നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത പാനീയമാണ്. എന്നാൽ ചായപ്പൊടിയും പഞ്ചസാരയും പാലും ഒന്നുമില്ലാതെയും നല്ല ഉഗ്രൻ ചായ ഉണ്ടാക്കാം. വീട്ടിലുള്ള ചെമ്പരത്തി പൂക്കൾ മതിയാകും. ചെമ്പരത്തി എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വരിക മുടിയുടെ സംരക്ഷണമാണ്. എന്നാൽ ഇതിന് ആരോഗ്യ ഗുണങ്ങളും ഉണ്ടെന്ന കാര്യം അറിയാമോ? ചെമ്പരത്തി ചായ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഒന്നാണ് ചെമ്പരത്തി. റിസപ്ഷനുകളിൽ പലതരം ചായകളുടെ സെക്ഷൻ തന്നെ കാണാം. അവിടെ നിന്നുമാണ് ആദ്യമായി ചെമ്പരത്തി ചായ കുടിച്ചത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ചെമ്പരത്തി ചേർത്ത ചായ ഏറ്റവും ഔഷധപൂർണമായ ഒരു ഹെർബൽ ചായയാണ്. ചെമ്പരത്തി പൂക്കൾ ഉണക്കിയെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തുകൊണ്ടാണ് ഈ ഔഷധ ചായ തയ്യാറാക്കുന്നത്. നമ്മളിത് ഇന്ന് ഫ്രഷ് ആയിട്ടുള്ള പൂ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഇത് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ചായ പതിവായി കുടിക്കുന്നത് വഴി ഒരാളുടെ രക്തസമ്മർദ്ദം കുറയുകയും ബാക്ടീരിയകളോട് പോരാടുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുമൊക്കെ ചെയ്യുമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. എരിവും പുളിയും കലർന്ന സ്വാദാണ് ഇതിനുള്ളത്. ചൂടോടെയും തണുപ്പിച്ചുമൊക്കെ ഇത് നമുക്ക് ആസ്വദിക്കാനാവും. ചെമ്പരത്തി ചേർത്ത ചായ തയ്യാറാക്കാനായി സബ്ദാരിഫ എന്ന ഇനത്തിൽപ്പെട്ട ചെമ്പരത്തി ചെടിയിലെ പൂക്കളാണ് സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. ഇതിൽ വിശിഷ്ടമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ചെമ്പരത്തി ചായ രക്തസമ്മർദ്ദം കുറയ്ക്കുമെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു ഗുണം. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനൊപ്പം രക്തത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കാനും ചെമ്പരത്തി ചായ നല്ലതാണ്. ചെമ്പരത്തി ചായ ശീലമാക്കുന്നത് വഴി ശരീരത്തിലെ നല്ല കൊളസ്ട്രോളായ HDL വർദ്ധിക്കുകയും മോശം കൊളസ്ട്രോളായ LDL കുറയ്ക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു. കരളിൻ്റെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ചെമ്പരത്തി ചായ. ഇതിലടങ്ങിയിരിക്കുന്ന സത്തുകൾ ഉള്ളിലെത്തുന്നത് വഴി ലിവർ സിറോസിസ് പോലുള്ള രോഗാവസ്ഥയെ പ്രതിരോധിക്കാനും കഴിയും. കരളിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് വഴി ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണിത്. അമിതവണ്ണത്തിൽ നിന്ന് രക്ഷ നേടാനായി ഏറ്റവും ഉത്തമമാണ് ചെമ്പരത്തി ചായ. 12 ആഴ്ചകൾ ഇത് പതിവായി കഴിക്കുന്നത് വഴി ശരീരഭാരം, ശരീരത്തിലെ കൊഴുപ്പ്, ബോഡി മാസ് സൂചിക, അരഭാഗത്തെ കൊഴുപ്പ് എന്നിവയെല്ലാം വളരെ എളുപ്പത്തിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. ചെമ്പരത്തി ചായയിൽ പോളിഫിനോളുകളുടെ അളവ് ഉയർന്നതാണ്. അവയ്ക്ക് ശക്തമായ ക്യാൻസർ വിരുദ്ധ സ്വഭാവമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. രക്തം, വായ, മൂത്രനാളി, ആമാശയം തുടങ്ങിയ ഭാഗങ്ങളിൽ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയും വ്യാപനവും തടയാനായി ചെമ്പരത്തി ചായ ഫലപ്രദമായി സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബ്രോങ്കൈറ്റിസ് മുതൽ ന്യൂമോണിയ വരെയുള്ള അസുഖങ്ങളെ പ്രതിരോധിച്ചു നിർത്താനുള്ള ശേഷിയുണ്ട് ചെമ്പരത്തി ചായയ്ക്ക്. മൂത്രനാളിയിലെ പലതരം അണുബാധകൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെ ചെറുക്കാൻ ഇത് ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. ആരോഗ്യപരമായ പല ഗുണങ്ങളുള്ള ഒരു ഹെർബൽ ചായയാണ് ചെമ്പരത്തി ടീ എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഈ പാനീയം ശരീരഭാരം കുറയ്ക്കാനും ഹൃദയത്തിൻ്റെയും കരളിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താനുമെല്ലാം ഏറ്റവും ഫലപ്രദമാണ്. ഈ ചായയ്ക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ടെങ്കിലും ഇതിന് ചില പാർശ്വഫലങ്ങളുമുണ്ട്. കുറഞ്ഞ രക്തസമ്മർദ്ദ പ്രശ്നങ്ങളോ ഹൈപ്പോ ടെൻഷനോ ഉള്ള ആളുകൾക്ക് ചെമ്പരത്തി ചായ കുടിക്കുന്നത് രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് കൂടുതൽ കുറയ്ക്കുകയും ബോധക്ഷയം, തലകറക്കം, ഹൃദയത്തിനും തലച്ചോറിനും കേടുപാടുകൾ എന്നിവ ഉണ്ടാക്കുകയും ചെയ്യും. ഗർഭിണികൾക്ക് ഈ ചായ ശുപാർശ ചെയ്യുന്നില്ല. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഇത് കൊടുക്കാതിരിക്കുക. അപ്പോൾ നമ്മൾക്ക് ചായ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഇതിന് 8 ചെമ്പരത്തി പൂവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 5 ഇതളുള്ള ചെമ്പരത്തിയുടെ പൂവാണ് ഇതിന് വേണ്ടത്. 2 ഗ്ലാസ് ചായയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് ചെമ്പരത്തി പൂവിലെ ഇതളുകൾ, അതായത് ദളങ്ങൾ, പെറ്റൽസ് എന്നെല്ലാം പറയില്ലേ, അതുമാത്രമാണ് ചായയ്ക്ക് വേണ്ടത്. ഓരോ പൂവിൻ്റെയും നടുക്കുള്ള ഭാഗവും അടിയിലെ പച്ച കളറുള്ള അറ്റവും മാറ്റി ഇതളുകൾ മാത്രം എടുക്കുക. പൂവ് ഫ്രഷ് ആയിരിക്കണം. പൂവ് 2 പ്രാവശ്യം അധികം ബലം പ്രയോഗിക്കാതെ മെല്ലെ സോഫ്റ്റായി കഴുകിയെടുക്കുക. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാത്രം വയ്ക്കുക. പാത്രത്തിലേക്ക് 2 കപ്പ്, അതായത് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കുക. പെട്ടെന്ന് തിളച്ച് കിട്ടാൻ നമ്മൾക്കിത് അടച്ചു വയ്ക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ ചെമ്പരത്തി പൂവിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കുക. 15 മിനിറ്റ് അടച്ചു വെച്ചാലേ പൂവിലുള്ള സത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങുള്ളൂ. 15 മിനിറ്റിന് ശേഷം ഇനി ഇത് അരിച്ചെടുക്കുക. ഇനി ഇത് നമ്മൾക്ക് സെർവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചെമ്പരത്തി ചായ 2 ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അരമുറി നാരങ്ങ നീര് വീതം 2 ഗ്ലാസ്സിലേക്കും പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങ നീര് ചേർത്തതും നമ്മുടെ ചായയുടെ കളർ മാറുന്നത് കണ്ടോ? മനോഹരമായ കളറിൽ കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നില്ലേ? മധുരം ആവശ്യമുള്ളവർക്ക് പഞ്ചസാരയോ തേനോ ചേർത്ത് കുടിക്കാം. നമ്മൾ ഇവിടെ ചേർക്കുന്നത് ഓർഗാനിക് ബ്രൗൺ ഷുഗറാണ്. കുറച്ച് തേൻ കൂടി ചേർക്കുന്നുണ്ട്.
നല്ല ടേസ്റ്റി ഹെൽത്തി ചെമ്പരത്തി ചായ റെഡി. ഇതൊരിക്കലെങ്കിലും ഉണ്ടാക്കി കുടിച്ചു നോക്കുമല്ലോ. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.